വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ട വികസനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര തുറമുഖം മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 പൂർത്തിയാകും. ഇതോടെ വിഴിഞ്ഞത്തിന്റെ സ്ഥാപിത ശേഷി പ്രതിവർഷം 57 ലക്ഷം കണ്ടെയ്നറുകളായി വർദ്ധിക്കും. RB സനൂപ് ചേരുകയാണ് വിവരങ്ങളുമായി. സനൂപ്, എത്രമാത്രം വലിയ സാധ്യതകളാണ് വിഴിഞ്ഞം ഇനി തുറന്നിടാൻ പോകുന്നത്? മഹേഷ്, ഓരോ ഘട്ടം കഴിയുമ്പോഴും വിഴിഞ്ഞം വളരുകയാണ്. അതുവഴി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളും വളരുകയാണ്. ഇന്നിപ്പോ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് നിർവഹിക്കും. ഇതുവരെ ഇതിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ശേഷം 700 കപ്പലുകളാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. 15 ലക്ഷം TEU കണ്ടെയ്നറുകളും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് 2, 3, 4 ഘട്ട നിർമ്മാണം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അതിന്റെ ഉദ്ഘാടനമാണ്. 2028 പൂർത്തിയാക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യ കരാർ പ്രകാരം 2045 ഇത് മൊത്തം ഘട്ടങ്ങളും പൂർത്തിയാവേണ്ടിയിരുന്നത്. പക്ഷേ 17 വർഷം മുമ്പേ തന്നെ ഇത് പൂർത്തിയാക്കാനാണ് പുതിയ കരാർ പ്രകാരം തീരുമാനിച്ചിട്ടുള്ളത്. 10,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി അദാനി ഇവിടെ വഹിക്കുന്നത്. നിലവിലുള്ള 800 മീറ്റർ ബർത്ത് അത് 2000 മീറ്റർ ബർത്തായിട്ട് ഉയരും. നിലവിലിപ്പോൾ 2 മദർഷിപ്പുകൾ വന്നാൽ നിൽക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ബർത്ത് മാത്രമാണുള്ളത്. അത് ഒരേ സമയം 4 അല്ലെങ്കിൽ 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം വന്ന് ബർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ബർത്തിന്റെ നീളം വർദ്ധിപ്പിക്കുകയാണ് ഈ കൺസ്ട്രക്ഷന്റെ ആദ്യ പടി. അതിനുശേഷം പുലിമുട്ട് നിലവിലുള്ള 2 കിലോമീറ്ററിന് പുറത്തുള്ള ദൂരം അത് 4 കിലോമീറ്ററിലേക്ക് ഇതിന്റെ നീളം, പുലിമുട്ടിന്റെ നീളവും വർദ്ധിപ്പിക്കും. നിലവിലുള്ള 32 ക്രെയിനുകളാണ് ഇവിടെ ചരക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് 100 ക്രെയിനിലേക്ക് എത്തും. അതായത് 30 ഷിപ്പ് ടു ഷോർ ക്രെയിനും 70 യാർഡ് ക്രെയിനുകളും എത്തിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ട സൗകര്യം ഒരുക്കും. നിലവിലിപ്പോൾ ഒരേ സമയം 1 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും ഇവിടുത്തെ യാർഡ് ഒരുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴുള്ള ഈ 3 ഘട്ടങ്ങളുടെ നിർമ്മാണവും അത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏകദേശം 55 ഹെക്ടർ കടലാണ് നികത്താൻ പോകുന്നത്. മറ്റ് ഭൂമിയും തന്നെ ഏറ്റെടുക്കേണ്ടി വരില്ല. അങ്ങനെ വലിയ വികസനമാണ് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും ഇത് മാത്രമല്ല ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, നിലവിലിപ്പോൾ ഇതൊരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ട് മാത്രമാണ് പ്രവർത്തനം. ഇവിടെ ഈ കപ്പലുകളിൽ എത്തിക്കുന്ന ചരക്കുകൾ മറ്റ് ചെറിയ കപ്പലിലേക്ക് കൊണ്ടുവന്ന് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം കൂടി ഇന്നത്തെ ഈ ഉദ്ഘാടനത്തോടെ ആരംഭിക്കുകയാണ്. ഈ വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയുമായിട്ട് കണക്ട് ചെയ്യുന്ന അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം കൂടി മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുന്നുണ്ട്. അതുവഴി ഗേറ്റ്വേ കോംപ്ലക്സ് തുറക്കുകയും വിഴിഞ്ഞത്തേക്ക് റോഡ് മാർഗം ചരക്കുകൾ എത്തിക്കാനും അതേപോലെ ഇവിടെ എത്തിക്കുന്ന ചരക്കുകൾ റോഡ് മാർഗം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഗേറ്റ്വേ കോംപ്ലക്സ് കൂടി തുറക്കും. അങ്ങനെ വിപുലമായിട്ടുള്ള 2, 3, 4 ഘട്ട നിർമ്മാണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2028 ഇത് പൂർത്തിയാക്കാനാണ് നിലവിലുള്ള കരാർ. ഓക്കെ സനൂപ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സനൂപ് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ 2 മദർഷിപ്പുകൾക്ക് മാത്രമാണ് ബർത്ത് ചെയ്യാൻ സാധിക്കുന്നത്, നങ്കൂരമിടാൻ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുക്കുന്നത് വിഴിഞ്ഞത്തേക്കാണ്. അത് 4, 5 ആയി വർദ്ധിക്കുകയും ഈ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും പൂർണ്ണതോതിൽ വരികയും ചെയ്താൽ കുറെ കൂടി വ്യാപാര ബന്ധം നമുക്ക് കുറെ കൂടി സ്ഥലങ്ങളിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇങ്ങോട്ട് അടുക്കാനും വലിയ സാധ്യതകൾ തുറന്നിടുന്നതുമാകും അത്, അല്ലേ? തീർച്ചയായിട്ടും മഹേഷ്, നമുക്കറിയാം 800 മീറ്റർ എന്ന് പറയുമ്പോൾ 2 കപ്പലുകൾക്ക്, അതായത് 2 വലിയ കപ്പലുകൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ അങ്ങനെ വലിയ 2 കപ്പലുകൾ നിൽക്കത്തില്ല. പകരം ഒരു മദർഷിപ്പോ അതിനോടൊപ്പം തന്നെ 2 ഫീഡർ ഷിപ്പുകളോ നിൽക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കും നിലവിലുള്ള ഈ ബർത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. 800 മീറ്റർ 2 കിലോമീറ്ററിലേക്ക് ഉയരുമ്പോൾ നമുക്കറിയാം 4 വലിയ മദർഷിപ്പുകൾക്ക് ഒരേ സമയം, അതായത് ഇവിടെ വന്നാൽ തന്നെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയുന്നത് MSC ഐറീനയാണ്. ഐറീനയുടെ നീളം എന്ന് പറയുന്നത് 400 മീറ്ററിനടുത്താണ്. 399.99 മീറ്റർ നീളമാണ് MSC, ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായിട്ടുള്ള MSC ഐറീനയുടെ നീളം. അപ്പോൾ അതേപോലെയുള്ള അൾട്രാ ലാർജ് വെസൽസ് എന്ന ഗണത്തിൽ വരുന്ന കപ്പലുകൾക്ക് 4 അതേപോലത്തെ കപ്പലുകൾക്ക് ഒരേ സമയം ഇവിടെ ബർത്ത് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ചരക്ക് ഇവിടെ ഇറക്കാനും ചരക്ക് അതിലേക്ക് കയറ്റാനും പറ്റുന്ന സൗകര്യത്തിലേക്ക് ഇവിടെ എത്തും. അതായത് ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി. നിലവിലിപ്പോൾ പ്രതിവർഷം 15 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സ്ഥാപിത ശേഷിയാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്. അത് ഈ പറയുന്ന 2028 ഇതിന്റെ 4 ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 15 ലക്ഷം TEU എന്നുള്ളത്
50-നും 55 ലക്ഷത്തിനും മുകളിലേക്ക് ഉയർന്ന് പ്രതിവർഷം അത്രയും TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സ്ഥാപിത ശേഷിയിലേക്ക് വിഴിഞ്ഞം എത്തുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവഴി സംസ്ഥാനത്തിനും ഉണ്ടാകുന്ന ലാഭം വളരെ വലുതാണ്. 2035 മുതലാണ് സംസ്ഥാനത്തിന് ഈ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വരുമാനം ലഭ്യമായി തുടങ്ങുന്നത്. നിലവിലിപ്പോൾ GST പ്രകാരം തന്നെ നല്ലൊരു തുക സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പൊന്മുട്ടയിടുന്ന താറാവായിട്ട് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. മഹേഷ്.